ഒരു ചൂണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങണത്. രാവിലെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ഒന്ന് കടലിൽ പോയൊക്കെ എന്തോ മീൻ കിട്ടുക. അപ്പോൾ 2-3 സൈസ് വലകളുണ്ട്. നമുക്ക് വലിയ കണ്ണിയും ചെറിയ കണ്ണിയും വലകളുണ്ട്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ രാവിലെ തന്നെ നല്ല മഴ കാരണം കാർ എടുക്കേണ്ടി വന്നിട്ടോ. സാധാരണ മീൻ പിടിക്കാൻ പോയി സ്കൂട്ടറിലായിരുന്നു. പെങ്ങളെ മോനെയും കൂട്ടിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ഇഞ്ഞ മഴയും കാറ്റോ. നമ്മൾ കോഴിക്കോട് ഇത് വെള്ളയിൽ ഹാർബറിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. കാറ് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഡ്രമ്മുണ്ട്. ആ ഡ്രമ്മിലാണ് വല ഉള്ളത്. അല്ലെങ്കിൽ മീനിൻ്റെ സ്മെല്ലടിച്ച് കാറ് പിന്നെ ഒരു വസ്തുവിനും പറ്റൂല. മീൻ കൊണ്ടാണല്ല, അപ്പോൾ സേഫ്റ്റിയിലായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉടനെ തന്നെ നല്ല മഴ, നല്ല മഴയും കാറ്റുമാണ്. അപ്പോൾ അതൊന്ന് ഒതുങ്ങട്ടെ, എന്നിട്ടാണ് നമ്മളെ ചൂണ്ടി വലിയായിട്ട് ഇറങ്ങാൻ. എന്താ സ്പോട്ട് ഉണ്ടല്ലേ നോക്കിങ്ങള്, എന്താ കാറ്റും മഴയും. അതൊന്ന് ഒതുങ്ങിയിട്ട് വേണം നമുക്കൊന്ന് മീൻ പിടിക്കാൻ. അപ്പോൾ ഇവിടെ എത്തിൻ്റെ മക്കളെ എന്താ കാലാവസ്ഥ നോക്കട്ടെ. മീൻ ചൂണ്ടൊക്കെ ഒരു നടക്കും, മീൻ നടക്കൂല കേട്ടോ. ചൂണ്ടൊക്കെ മീൻ പിടിച്ച് നടക്കൂല. കാരണം കടൽ കണ്ട അമ്മാതിരി ഇളക്കാണ്. നല്ല കാറ്റായോണ്ട് കടൽ നല്ല ഇളക്കാണ്. ഈ ഇളക്കത്തിൽ ചൂണ്ടിട്ട് ഒരിക്കലും മീൻ കിട്ടൂല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഹാർബറിൻ്റെ ഉള്ളിൽ നമ്മൾ വരാനുള്ള പരിപാടി. അപ്പോൾ ഇതായിട്ട് കടലിറങ്ങാൻ പോകും. ഹാർബറിലോട്ട് കടലിറങ്ങാം. ഹാർബറിൻ്റെ ഉള്ളിൽ നമ്മൾ വരാം. നീലക്കാലൻ അപ്പോൾ ചൂണ്ടക്കുള്ള പരിപാടി കേട്ടോ. ചൂണ്ടക്ക് നമ്മൾ ചെമ്മീന് ചെറിയ പീസുകളാക്കിയിട്ട് 3 ഉപ്പുള്ള മലച്ചൂണ്ടണ്ടേ. എന്നാലും അറിയാം മീൻ കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും വലയിട്ട ഗ്യാപ്പിൽ കുറഞ്ഞ സമയം ഗ്യാപ്പുണ്ട്. അപ്പോൾ പെങ്ങളെ മോൻ വന്നല്ലേ, അപ്പോൾ അവനക്ക് ചൂണ്ടിടണം നിർബന്ധം. അതായത് ചൂണ്ടൊക്കെ എടുത്ത് വന്നല്ലേ. ഞാനവനോട് ഇടയ്ക്ക് പറയുന്നുണ്ട് മീൻ കിട്ടാൻ സാധ്യതയില്ല. മലച്ചൂണ്ടാണ് 3 എണ്ണം ഉണ്ട്. 1, 2, 3 എണ്ണം. കുറച്ചു നേരം ചൂണ്ടൊക്കെ ഇട്ടോ കിട്ടോ. വലിയ മീനൊന്നും തടഞ്ഞില്ല. പിന്നെ നമ്മൾ ആ വലയെടുക്കാനുള്ള പരിപാടി. വലയിൽ ഒരു കുറച്ച് ചെമ്പല്ലി കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു ചെമ്പല്ലി 3.5 വിരലിൻ്റെ കണ്ണിയും 5 വിരൽ കണ്ണിയാട്ടം ഇട്ടിട്ട് കുറച്ച് ഞണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വലയിൽ. ഇത്രയും വലിയ ബോക്സ് എന്തിനു വെച്ചെടുത്താൽ വല സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ കാറാണ്. ആ മീനും ഈ ഇതൊക്കെ കാറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കാറിൽ പിന്നെ ഒരു ആൾക്കാർ കാറിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടില്ല. ആ സ്മെല്ലായിരിക്കും. പിന്നെ ചെറിയ വല കണ്ട തിരുത പിന്നെ ചെമ്പല്ലിതാ, 2 ചെമ്പല്ലിതാ. പൊതുവെ മീൻ കുറവ് ചെമ്പല്ലി ചത്തില്ല കേട്ടോ. ഇപ്പോൾ ജീവൻ തോന്നുന്നുണ്ട്. വലിയ വലക്കാർക്കൊന്നും അന്നത്തെ ദിവസം മീൻ കിട്ടിയില്ല കേട്ടോ. എൻ്റെ വല കുറച്ച് ചെറിയ വല തന്നെ എനിക്ക് തന്നെ കുറച്ച് മീൻ കിട്ടിയുള്ളൂ. കുറച്ച് ഞണ്ടുകളൊക്കെ ആയിട്ട് അത്യാവശ്യം കൂട്ടാൻ വെക്കാനുള്ള മീൻ കിട്ടിയിട്ടോ എനിക്ക്. ക്രാബ് പച്ചക്കാരനോ ചുവപ്പുകാരനോ? ചെമ്പല്ലി പൊതുവെ മീൻ കുറവാണ് കേട്ടോ. അതിൽ ചെമ്പല്ലിയാണ് കിട്ടിയത്. നല്ല മഴയും ഇതായിരുന്നു.
ഇത് കണ്ടോ, തോണിയിൽ കണ്ടില്ല ഒരു അടിപൊളി മീൻ കണ്ടില്ലേ? ഇത് വലക്കാർക്ക് കിട്ടിയാട്ടോ. ഇതിന് വലിയ പരിക്കുകളൊന്നുമില്ല. അതുകൊണ്ട് ഒരു തൊട്ടടുത്ത ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, നമ്മുടെ സുഹൃത്തിന് തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. കടലിലെ നല്ല വെറൈറ്റി രസമുള്ള മീനൊക്കെ ആ ഫിഷ് ടാങ്കിൽ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഈ മീൻ ആ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയിടുകയാണ്. കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ടാങ്ക് ഉള്ളത്. അടിപൊളി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.